അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ പരപ്പനങ്ങാടി ആയിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ തിരൂരിക്ക് പോവാം. അപ്പോൾ രാവിലെ അഖിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോണൊക്കെ എടുത്തൊരു ചെറിയ വ്ളോഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എന്തായാലും കണ്ടുപോയി അത് ചെറിയ വ്ളോഗൊക്കെ എടുത്താട്ടോ. അപ്പോൾ ഗൈസ് അഖിൽ പുതിയ ഫോണൊക്കെ എടുത്ത് ആരായി ഇപ്പോൾ ഫോൺ വരച്ചിരിക്കാം കേട്ടോ. ഞാൻ കാണിച്ചത് പുതിയതല്ല, സെക്കൻഡ് ഹാൻഡ് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സാധനം. അഖിലിൻ്റെ ഡിലീറ്റ് ആക്കണമെങ്കിൽ ആ ഫോട്ടോ ഡിലീറ്റ് ആക്കാം. ഞാനൊരു അടിപൊളി ഫോട്ടോ എടുത്തിരുന്നു, അത് പോയി അവൻ്റെ ഞാൻ മതി അവിടെ കിടാ ഇതൊന്നും ചെറുക്കി ഇവന് ഞങ്ങൾ ഫേസ് ലോക്ക് ഇടാനേ, ഇതിന് ഫേസ് ലോക്ക് ഇടാൻ വേണ്ടിയിട്ട് ഇവനിങ്ങനെ ഉമ്മ കാണിച്ചു. ഇവൻ ചെറിയോടി നിൽക്കാതെ ചിരിച്ചോണ്ടിരിക്കും. ഞാനത് ഫേസ് ലോക്ക് ഇടുന്ന നമ്മൾ മര്യാദക്ക് കേൾക്കലില്ല. അവൻ ചെറിയോട് ചിരി, ഇതെപ്പോഴും ചിരിക്കും, നിർത്തില്ല. ആൾക്കാർ വേറെല്ലാം പറയും തകില്. അപ്പോൾ അതായത് ഓരോ ഫോണ് റിയൽമി തന്നെ കേട്ടോ, കാണാൻ പറ്റുന്നൊന്നും അറിയില്ല. ചെറിയ കിട്ടണ ഇവന് ചെറിയ നോക്കടാ, ക്യാമറ നല്ല ചെറിയ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു അടിപൊളി ഫോട്ടോ എടുത്തിട്ട് എന്താ ഗിഫ്റ്റ് നമ്മൾ 2 ലൈമും 2 ഉണ്ടപ്പേര് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫോണിൽ എന്തൊക്കെയോ വരും. അപ്പോൾ ഞാൻ ചെക്കന് കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാണ്ട് നമുക്ക് ഇങ്ങോട്ട് പോകാണ്ട് കേട്ടോ, വീട്ടിൽ പോകാണ്ട്. അപ്പോൾ അതിൻ്റെ ഇതൊരു കുഞ്ഞ് വ്ളോഗാക്കിയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഈ വീട്ടിലേക്ക് വന്നത് കേൾക്കാൻ പറ്റും. റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാൻ അങ്ങനത്തെ ചെറിയൊരു ആവശ്യം അപ്പോൾ ഗൈസ് നമ്മളിത് തിരിച്ച് തിരൂരിക്ക് പോവാം. ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു അവിടെ നിന്നിട്ട്, അങ്ങനെ അവിടെ എത്തിയതാണ്. അപ്പോൾ തിരിച്ച് നമുക്ക് ഇനി തിരൂർ പോവാൻ ട്രെയിനിന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നാളത്തെ ചെറിയ വ്ളോഗ് ഉണ്ട്, ഒരു വ്ളോഗ് ഉണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റിയതിൽ. ട്രെയിനിന് മെമു അല്ല, ഇന്ന് സൺഡേ ഉണ്ട്, മെമു ഇല്ല. നമുക്കെന്തായാലും ഒരു എക്സ്പ്രസ് എന്തായാലും പിടിച്ചിട്ടുണ്ട്, എത്തിക്കോട്ടെ. ഓക്കെ. അപ്പോൾ ഗൈസ് ഞാൻ ട്രെയിനിന് വീഡിയോ എടുക്കണം വിചാരിച്ചത്. വമ്പൻ തിരക്ക് എന്ന് പറഞ്ഞാൽ വമ്പൻ തിരക്ക്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഇടയിൽ എടുക്കാൻ പറ്റി ഇറുകി നിൽക്കുക ഗൈസ്. അപ്പോൾ ഇതേമാതിരി ആരെങ്കിലും രാത്രിയൊക്കെ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ പരമാവധി ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക. സോളോ ആയിട്ട് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പരമാവധി ശ്രദ്ധിച്ച് വരിക. നിങ്ങളുടെ സേഫ്റ്റി നിങ്ങളുടെ കയ്യിലാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് തിരക്കാണ്, എല്ലായിടത്തും തിരക്കാണ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ സേഫ്റ്റി നിങ്ങളുടെ കയ്യിലാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിടുകയാണെങ്കിൽ റെയിൽവേ പോലീസിൻ്റെ നമ്പർ ഗൂഗിളിൽ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ പോലീസിൻ്റെ സൈറ്റിൽ അങ്ങനെ എന്തോ സൈറ്റ് ഉണ്ട് തോന്നുന്നു, റെയിൽവേയിൽ സൈറ്റ് ഉണ്ട്, അതിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനത് പറയാൻ കാരണം വേറൊന്നുമില്ല. ഞാൻ നിന്ന കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ഒരുപാട് ലേഡീസും എല്ലാവരും ഇങ്ങനെ തിക്കി ഇറുക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് അവർക്കൊരു അൺകംഫർട്ടബിളാണ് പറഞ്ഞത് സത്യം പറഞ്ഞാൽ. അപ്പോൾ പരമാവധി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് നേരിട്ടുണ്ടെങ്കിൽ റെയിൽവേ പോലീസിൻ്റെ നമ്പറുണ്ട് ഗൂഗിളിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് കോൾ ചെയ്യുക. അപ്പോൾ പരമാവധി ഇങ്ങനെ പോകണവർ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് പറയണം കേട്ടോ. ഞാൻ അതിൻ്റെ ഇടയിൽ തിക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ കണ്ട് എല്ലാവരും ഇറുകി നിൽക്കുന്നത്, അതാണ് ഞാൻ പറയാൻ കാരണം. ഓക്കെ, നമ്മളിവിടെ തിരൂരെത്തിയിട്ടുണ്ട്. ബസ് ഇപ്പോൾ കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് നേരം വൈകിട്ട് വരികയാണെങ്കിൽ ഞാൻ കുടുങ്ങി നാളത്തെ വ്ളോഗ് കണ്ടവർക്ക് അറിയാം കേട്ടോ. അപ്പോൾ എന്തായാലും ബസ് കയറിയിട്ട് അവിടെ തിരുവാണ് സുഹൃത്തുക്കളെ ഇട്ടായി തുടങ്ങിയിട്ട്. ഇത്രയായി 7:00 കഴിഞ്ഞ് 8 മണിയായി. ഞാൻ ബസ് കണ്ടുപിടിക്കും. ഞാൻ അതെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം വൈകിയാലും കുഴപ്പമില്ല. ഞാൻ ബസ് കിട്ടില്ല വിചാരിച്ചു, ബസ്സൊക്കെ കിട്ടി കേട്ടോ. ആ സമയത്ത് തന്നെ കിട്ടിയിരുന്നു ബസ്സൊക്കെ. അപ്പോൾ ഞാൻ വ്ളോഗ് നിർത്തണം വിചാരിച്ചു. അതിൻ്റെ മുന്നേ നിങ്ങൾക്കൊരു സാധനം കാണിച്ചു തരാം. നമ്മൾ പണ്ട് മുതലേ യൂസ് ചെയ്ത് നമ്മളെ യൂട്യൂബ് ജേണി ആയിരുന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ആ ഫോണ് ഫുള്ള് അടിച്ചു പോയി എന്ന് തന്നെ പറയാം. ഇതിൻ്റെ CPU കംപ്ലൈൻറ്റായി, ഫുള്ള് കംപ്ലൈൻറ്റായി. ഇപ്പം ഇങ്ങോട്ട് കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. സുഹൃത്തുക്കളെ നോക്കൂ, അടിച്ചു പോയി ഗൈസ്. നമ്മൾ പണ്ട് മുതൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത മുതൽ ഈ ഫോണാട്ടോ നമ്മളെ കയ്യിൽ.
റെഡ്മീൻ്റെ 9A ആണിത്. എന്താ പറയുക, നമ്മൾ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്ത ഫോണായിരുന്നു. എന്തായാലും ഇത് വിൽക്കാനൊന്നും എൻ്റെ ഒരു മനസ്സ് വരുന്നില്ല എന്നുള്ളത്. സ്വിച്ചൊക്കെ പോയിട്ടുണ്ട് കേട്ടോ സൈഡത്തെ. അത്രയൊക്കെ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ നമ്മൾ താജ്മഹലിൻ്റെ വ്ളോഗ് വരുന്നത് കാണണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുന്നേ ഈ മുടിയൊക്കെ ഒന്ന് വെട്ടിച്ചെന്താ കിട്ടുന്നതിന് ഞാൻ കഴിഞ്ഞൊരു വ്ളോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുടി വെട്ടില്ല. ഇനി മുതൽ ഞാൻ ഒരു സമരം വെച്ചിരിക്കുകയാണ്. എൻ്റെ ലൈഫിൽ ഇനി നല്ല വളർന്നതിൻ്റെ ശേഷം മുടി വെട്ടാൻ പോണുള്ളൂ. ഓക്കെ, അതെ അയ്യന്റെ മോനെ, എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവുന്നുണ്ട്. അതാണ്. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് കാണാണ്ട് എന്തോ മാതിരി ഇത് വെച്ച് ഞാൻ എയർപോർട്ടിന്റെ ഉള്ളിലൊക്കെ മുടി കയറി പോകും. അപ്പോൾ അധികം എടുക്കൂല, എന്നാലും ചെറുതായിട്ടൊന്നുമില്ല. അപ്പോൾ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലുള്ള പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.